പീപ്പിൾ ടിവി ഇംപാക്ട് സ്വാമി ശ്വാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് തുടരന്വേഷണ സാധ്യത പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് എസ്.പി. പി.കെ. മധുവിനെ ചുമതലപ്പെടുത്തി. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര സെക്രട്ടറി DGPയോട് ആവശ്യപ്പെട്ടു. സ്വാമി ശ്വാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുയരുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണ സാധ്യത ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് എസ്.പി. KG സൈമന്റെ നിലപാട്. എന്നാൽ ദിനംപ്രതി ഉയരുന്ന വെളിപ്പെടുത്തലുകൾ മുമ്പ് പരിശോധിച്ചതാണോ എന്നാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് ആരായുന്നത്. ബിജു രമേശ് അടക്കമുള്ളവർ തങ്ങളുടെ മൊഴി ക്രൈംബ്രാഞ്ച് എടുത്തിരുന്നില്ല എന്ന് പറഞ്ഞത് വിവാദമായിരുന്നു. എന്നാൽ ഈ ആരോപണം ക്രൈംബ്രാഞ്ച് SI സഹദേവൻ നിഷേധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉയർന്നുവരുന്ന ആരോപണങ്ങൾ വീണ്ടും പരിശോധിക്കണമെങ്കിൽ തുടരന്വേഷണം തന്നെ വേണ്ടിവരും. എന്നാൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടരന്വേഷണം പ്രഖ്യാപിക്കാമെന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് ശ്രദ്ധയിൽ വന്നപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അത് പരിശോധിക്കുകയാണ്. പുതിയ റെലവേഷൻസ് ഉണ്ടോ, അതോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണോ, ഇവരുടെ എല്ലാവരുടെയും മൊഴി പണ്ടെടുത്തിട്ടുള്ളതാണ് എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു തുറന്ന മനസ്സാണ്. അതിനിടെ വെള്ളാപ്പള്ളിക്കെതിരെ VS നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ DGPക്ക് നിർദ്ദേശം നൽകി. പിന്നാക്ക കോർപ്പറേഷനിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ വായ്പയ്ക്കെടുത്ത തുകകൾ കൂടിയ പലിശയ്ക്ക് SNDP ശാഖകൾ വഴി വിതരണം ചെയ്തു എന്ന ആരോപണമാണ് പോലീസ് അന്വേഷിക്കുക. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗത്തിനാവും ഇതിൻ്റെ അന്വേഷണ ചുമതല. സ്വാമിയുടെ മരണം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് SP P.K. മധുവിനോട് ഉന്നതങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ പ്രസ്താവനകളുമായി ആരോപണ വിധേയനായ വാടക കൊലയാളി പ്രിയനും ഒളിവിൽ കഴിയുന്ന സാബുവും രംഗത്തെത്തി. സ്വാമിയുടേത് മുങ്ങിമരണമെന്ന് തന്നെയെന്ന് ഇരുവരും പറഞ്ഞു. അതേസമയം ശ്വാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി പോകേണ്ടത് കാശിയിലേക്കല്ല ജയിലിലേക്കാണെന്ന് പിണറായിയും VS-ഉം പ്രതികരിച്ചു. ആലുവപ്പുഴയിൽ മുങ്ങിയ സ്വാമിയെ പിന്നീട് കണ്ടിട്ടില്ലെന്നും സ്വാമിയുടേത് മുങ്ങിമരണമാണെന്നും ഒളിവിൽ കഴിയുന്ന സാബു പറഞ്ഞു. അപ്പോൾ ഒരാൾ കുളിച്ചിട്ട് അല്ലെങ്കിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന ഒരു സമയം കാണാതിരുന്നപ്പോഴാണ് സ്വാമിജിയെ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. സ്വാമിജിക്ക് ഒരിക്കലും ശത്രുക്കളെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാബുവിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ട് വാടക കൊലയാളി പ്രിയനും രംഗത്തെത്തി. സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് എന്റെ അവര് ചോദ്യം വിട്ടേക്കുന്നത്. ഇനി ഒരു ചോദ്യം വന്നാൽ ഞാൻ തയ്യാറാണ്. ശ്വാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി കാശിയിലേക്കല്ല ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പിണറായിയും VS-ഉം പ്രതികരിച്ചു. എല്ലാ തെറ്റ് ചെയ്തവർക്കും പോകാനുള്ള സ്ഥലമാണോ കാശി വിശ്വനാഥന്റെ സ്ഥലം? തെറ്റ് ചെയ്തവർക്കുള്ളൊരു സ്ഥലമുണ്ട്, അതറിയില്ലേ? ഈ പറയുന്ന രീതിയിലൊരു തെറ്റാണെങ്കിൽ സ്ഥാനം കാശിയല്ല ജയിലാണ്, അത് മനസ്സിലാക്കണം. നടേശൻ ഉദ്ദേശിക്കുന്നത് പോലെ മോശപ്പെട്ട വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കേരളത്തിലാണെങ്കിൽ മലയാളിയാണെങ്കിൽ പൂജപ്പുരയാണ്. ശ്വാശ്വതീകാനന്ദയുടെ മരണം പ്രത്യേക ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനിടെ പ്രതിഷേധമായി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് G. സുധാകരൻ വിട്ടുനിന്നു. ന്യൂസ് ഡെസ്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ശ്വാശ്വതീകാനന്ദ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് ആലുവ കോടതിയിലെ മുൻ മജിസ്ട്രേറ്റ് വാസുദേവൻ. മുൻ ഹൈക്കോടതി ജഡ്ജിയും സ്വാമിയുടെ സഹോദരിയുമായ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഈ നിർദ്ദേശത്തെ അന്നത്തെ SNDP യോഗം പ്രസിഡന്റ് വിദ്യാസാഗർ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും മുൻ മജിസ്ട്രേറ്റ് വാസുദേവൻ പറഞ്ഞു. ശ്വാശ്വതീകാനന്ദ സ്വാമി ആലുവ പുഴയിൽ മുങ്ങിമരിച്ച വിവരം അറിഞ്ഞയുടൻ അന്ന് ആലുവ കോടതിയിലെ മജിസ്ട്രേറ്റായിരുന്ന വാസുദേവൻ സംഭവസ്ഥലത്തെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതില്ല എന്നതായിരുന്നു പൊതു തീരുമാനമെങ്കിലും സംഭവസ്ഥലത്തെത്തിയ സ്വാമിയുടെ സഹോദരിയും ഹൈക്കോടതി ജഡ്ജിയുമായിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ അസ്വാഭാവിക മരണമായതിനാൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് വാസുദേവൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്താതെ സ്വാമിയെ സമാധി ഇരുത്തണമെന്നുള്ള ഒരു നീക്കമായിരുന്നു അവിടെ നടന്നത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും. അസ്വാഭാവിക മരണമാണ് നടന്നിരിക്കുന്നത്. ജഡ്ജി അപ്പോൾ വിവരം വിദ്യാസാഗർ വക്കീലിനോടും ഒക്കെ ധരിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം നമുക്ക് സമാധി ഇരുത്താൻ പറ്റത്തുള്ളൂ. വെള്ളത്തിൽ വീണുകിടന്ന സ്വാമിയെ കരയ്ക്ക് കയറ്റി പ്രാഥമിക ശുശ്രൂഷ നൽകവേ 1 മണിക്കൂർ മുൻപ് കഴിച്ച പാലിൻ്റെ അംശമാണ് പുറത്തു വന്നതെന്ന് സംഭവ ദിവസം ആശ്രമത്തിലുണ്ടായിരുന്ന ജയന്തൻ ശാന്തി പറഞ്ഞു. സ്വാമി ശ്വാശ്വതീകാനന്ദ മരിച്ചിട്ട് 13 വർഷം പിന്നിട്ടെങ്കിലും
അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത്. ഈ കേസിൽ ഒരു പുനരന്വേഷണം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയേക്കും. ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും KM ഉമേഷ്. കശുവണ്ടി കോർപ്പറേഷൻ MD KA രതീഷിനെ തലസ്ഥാനത്ത് നിന്നും മാറ്റി. അഴിമതി ആരോപണത്തെ തുടർന്നാണ് നടപടി. ജനറൽ മാനേജർക്കാണ് പകരം ചുമതല. കാഷ്യൂ കോർപ്പറേഷൻ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് MD സ്ഥാനത്ത് നിന്നും രതീഷിനെ മാറ്റിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള പത്രിക സമർപ്പണം പൂർത്തിയായി. 1 ലക്ഷത്തോളം പേർ പത്രിക സമർപ്പിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്ക്. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം വൈകിട്ട് 3 മണിയായിരുന്നു. സമയം അവസാനിക്കുമ്പോഴും സംസ്ഥാനത്തെമ്പാടും പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ തിരക്കായിരുന്നു. 3 മണിക്ക് വരണാധികാരികളുടെ മുന്നിൽ എത്തിയവർക്കെല്ലാം ടോക്കൺ നൽകി. മുന്നണിക്കുള്ളിലെ പ്രശ്നവും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കം മൂലം സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിക്കാൻ UDFന് കഴിഞ്ഞില്ല. ഇത് മിക്ക ജില്ലകളിലും UDF സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം വൈകാനിടയാക്കി. ഇതും ഇന്ന് തിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായി. 17 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ റിബൽ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും UDFൽ സജീവമാണ്. LDF സീറ്റ് വിഭജനം പൂർത്തിയാക്കി തിങ്കളാഴ്ച മുതൽ തന്നെ പത്രികാ സമർപ്പണം തുടങ്ങിയിരുന്നു. BJPയിലും പലയിടങ്ങളിലും തർക്കം നിലനിൽക്കുകയാണ്. SNDPയുമായുള്ള സഖ്യം സംബന്ധിച്ച വ്യക്തതയില്ലായ്മയാണ് കാരണം. പല ജില്ലകളിലും SNDP തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ BJPയുമായി കൂടിയാലോചിക്കാതെ പത്രികകൾ നൽകിയിട്ടുണ്ട്. BJPയും ഇതേ നിലപാടാണ് പല സ്ഥലങ്ങളിലും കൈക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് സീറ്റ് തർക്കം രൂക്ഷം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ള വാർത്താ സമ്മേളനത്തിൽ I ഗ്രൂപ്പ് ബഹളം. DCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിലാണ് INTUC നേതാവ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ I ഗ്രൂപ്പ് പ്രവർത്തകർ ബഹളമുണ്ടാക്കിയത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നു. രാജ്കുമാർ, ഏത് സാഹചര്യത്തിലായിരുന്നു ബഹളം വെച്ചത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇതിന് ഒരു സമവായ കമ്മിറ്റി KPCC പ്രസിഡന്റ് തന്നെ ഒരു രൂപം നൽകിയിരുന്നു. സമവായ കമ്മിറ്റിയിൽ A ഗ്രൂപ്പിന്റെയും I ഗ്രൂപ്പിന്റെയും അംഗങ്ങളെ ഉൾപ്പെടുത്തി ഗ്രൂപ്പ് തർക്കമായി സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രീതിയിൽ പരിഹരിക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. എന്നാൽ I ഗ്രൂപ്പിൽപ്പെട്ട സമവായ കമ്മിറ്റിയുടെ അംഗങ്ങളെ മുഴുവനും വിളിക്കാതെ, അല്ലെങ്കിൽ ഒരാൾ എത്തുന്നതിന് മുമ്പ് തന്നെ A ഗ്രൂപ്പ് തന്നെ മറ്റു ചില നീതിയുമായി ബന്ധമില്ലാത്ത ചില നേതാക്കന്മാരെ മാത്രം വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് സീറ്റുകൾ പങ്കുവച്ചു എന്നുള്ളതാണ് പരാതി. ഈ പരാതി KPCC നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാർത്താ സമ്മേളനം നടക്കുന്നത്. കൊല്ലം DCC പ്രസിഡന്റും A ഗ്രൂപ്പ് നേതാവുമായ എഴുകോൽ സതീശൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക തന്നെ INTUC നേതാവും ദേശീയ സെക്രട്ടറി സുരേഷ് ബാബു I ഗ്രൂപ്പ് നേതാവ് കൂടിയാണ്. അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിനിടയിലേക്ക് പാഞ്ഞു വരികയായിരുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ലിസ്റ്റ് താങ്കൾ ഒപ്പിട്ടില്ല, താങ്കൾ അറിയാതെ തയ്യാറാക്കിയ ലിസ്റ്റാണ്. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. A ഗ്രൂപ്പ് ഇതെല്ലാം അട്ടിമറിക്കുകയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കടന്നുവരവ്. ഇതിനെ തുടർന്ന് എഴുകോൽ സതീശൻ കൊടുന്നനെ വാർത്താ സമ്മേളനം മതിയാക്കി അവിടെ നിന്ന് പോവുകയായിരുന്നു. വിവരങ്ങൾ നൽകിയത് രാജ്കുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമരവേദി ആയിരിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ശാശ്വതി കാനന്ദയുടെ മരണം പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷിക്കണമെന്ന് കോടിയേരി കോഴിക്കോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ തിരിച്ചുവരവിന് തുടക്കം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രവർത്തനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വ്യക്തമായ രാഷ്ട്രീയ നയപ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും തോട്ടം തൊഴിലാളികളുടെ കൂലി വർധന ചർച്ച ചെയ്യാനുള്ള PLC യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൂലി പ്രശ്നത്തിൽ ഇന്ന് തന്നെ തീരുമാനം വേണമെന്ന് തോട്ടം ഉടമകളോട് സർക്കാർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നു. ജിതിൻ, യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? മണിക്കൂറുകളായി തുടരുന്ന PLC യോഗത്തിൽ ഒരു അന്തിമ ധാരണ ഇതുവരെ എത്തിയിട്ടില്ല. കൂലി സംബന്ധിച്ച പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾക്ക് 300 രൂപ വരെ DA അടക്കം വേതനം നൽകാമെന്ന രീതിയിലേക്ക് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊരു അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. അല്പം മുമ്പ് വരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പുറത്തു പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വന്ന ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കുക. നിലവിൽ മന്ത്രി ഷിബു ബേബി ജോണും മന്ത്രി ആര്യാടൻ മുഹമ്മദുമാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇരു വിഭാഗങ്ങളുമായും തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികളുമായും തോട്ടം
തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും സർക്കാർ ഇരു വിഭാഗങ്ങളുമായും പ്രത്യേകം ചർച്ച നടത്തുകയുണ്ടായി. എങ്കിലും ആദ്യമെല്ലാം തോട്ടം മാനേജ്മെന്റ് ഉടമകൾ 50 രൂപ മാത്രമേ മിനിമം വേതനത്തിൽ വർധനവ് നൽകാനാകൂ എന്ന അവരുടെ ആദ്യ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ 300 രൂപയെങ്കിലും മിനിമം 300 രൂപയിലധികം തുക മിനിമം വേതനമായി തന്നെ ലഭിക്കണമെന്ന നിലപാടിൽ തൊഴിലാളി സംഘടനകൾ ഉറച്ചു നിന്നതോടെയാണ് ഇന്നത്തെ ഈ 6ാമത്തെ PLC യോഗവും സങ്കീർണമായി നീളുന്ന ഒരവസ്ഥയുണ്ടായത്. ഇപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഒരു അന്തിമ ധാരണയിലെത്താൻ ഈ 6ാമത്തെ PLC യോഗത്തിലുമായിട്ടില്ല. തേയില നുള്ളുന്ന തൊഴിലാളികൾക്ക് 300 രൂപ എന്ന വേതനം കൊടുക്കാൻ ധാരണയായാൽ തന്നെ റബ്ബർ തൊഴിലാളികൾക്കും തന്നെ ഏലം തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ വേതന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. എല്ലാം തന്നെ മുഖ്യമന്ത്രി നൽകിയത് ജിതിൻ.